പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനി ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോകുന്ന സമയത്തിന് ജാനകി നയനയോട് പറഞ്ഞിട്ട് നിന്റെ അനിയത്തി അവിടെ കാണും, അവനെ കാണാനായിരിക്കും ഒരു പക്ഷേ അനി ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നത്, ഇനിയിപ്പോൾ അവിടെ പോയി നോക്കിയാൽ അറിയാമെന്നൊക്കെ പറഞ്ഞ് ജാനകി ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങ് കയറിപ്പോവാണ്. ആ സമയത്തിന് ദേവേനെ വന്നിങ്ങനെ നയനയോട് ചോദിക്കും, ഇനി ഒരു പക്ഷേ നന്ദു അവിടെ വരുമോ, അവനെ കാണാനായിരിക്കുമോ അനി പോയിരിക്കുന്നത് എന്ന് ചോദിക്കും. അങ്ങനെ ദേവേൻ്റെ ആ ഒരു ചോദ്യം കേൾക്കുന്നതോടുകൂടി തന്നെ നയനക്ക് വല്ലാത്ത സംശയം തോന്നുന്നു. നയന ഈ ഒരു കാര്യം നേരെ കനകദുർഗയെ വിളിച്ച് പറയും. നയന ചോദിക്കുന്നുണ്ട് നന്ദു എങ്ങാനും അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഉണ്ട് എന്ന് പറയും. അപ്പം നയന പറയുന്നുണ്ട് ഇനി നന്ദു എങ്ങാനും നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അമ്മയും കൂടെ അവളുടെ കൂടെ പോയിരിക്കണം, ഇവിടെ നിന്നും അനി നടക്കാൻ പോയിട്ടുണ്ട്, മിക്കവാറും അവളും കൂടി അവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഇനി നമ്മളായിട്ട് ഒരിക്കലും അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പോഴേക്കും ആഹാ അങ്ങനെയാണെങ്കിൽ ഞാൻ അത് പൊളിച്ചു കൊടുക്കാമെന്നൊക്കെ പറയട്ടെ എന്നിട്ട് കനകദുർഗ നേരെ അകത്തേക്ക് ചെന്ന് കൊടുത്തിന് ഈ കാര്യമെല്ലാം ഗോവിന്ദനോട് പറയും. നയനമോളെ വിളിച്ചിരുന്നു, എന്നിട്ട് അനി അവിടെ നിന്ന് നടക്കാൻ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ഇവിടെ നിന്ന് നന്ദു എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ എന്നോടും അവളുടെ കൂടെ പോകാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവളുടെ കൂടെ പോകുമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നന്ദു നടക്കാൻ റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് എവിടെ പോകാമെന്ന് ചോദ്യക്കാട്ടൊക്കെ നന്ദുവിനോട്. അപ്പോൾ നന്ദു പറഞ്ഞിട്ട് ഞാനൊരു പോലീസ് ഓഫീസറല്ലേ, അതുകൊണ്ട് എൻ്റെ ശരീരമൊക്കെ ഫിറ്റാക്കണ്ടേ, അതുകൊണ്ട് ഞാനൊന്ന് നടക്കാൻ പോവുകയാണെന്നൊക്കെ പറയും. അപ്പോൾ കനകദുർഗ പറഞ്ഞിട്ട് എൻ്റെ ശരീരം ഇപ്പം ആകെ ക്ഷീണമായി, എനിക്കും എൻ്റെ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കണം, അതുകൊണ്ട് ഞാനും നിൻ്റെ കൂടെ നടക്കാൻ വരികയാണ് എന്ന് പറയും. അപ്പം നന്ദു പറഞ്ഞിട്ട് അമ്മ ഞാൻ നല്ല സ്പീഡിൽ നടക്കും, അതുകൊണ്ട് അമ്മയ്ക്ക് എൻ്റെ കൂടെ നടക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് അമ്മ എൻ്റെ കൂടെ വരണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ നോക്കുകയാണ്. അതൊന്നും സാരമില്ലെന്ന് ഞാൻ കൂടെ വരുവാന്നൊക്കെ പറഞ്ഞ് കനകദുർഗ ഇങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്തിന് ഗോവിന്ദൻ ചോദിക്കുന്നത് അതെന്താ അമ്മയെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. മോളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്തിന് നന്ദു പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുമില്ല, അമ്മ വേണമെങ്കിൽ എൻ്റെ കൂടെ പോന്നോട്ടെ എന്ന് പറയും. അങ്ങനെ നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ കനകദുർഗ പോവാട്ടോ. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇപ്പം സെറ്റാക്കാമെന്നൊക്കെ രീതിയിൽ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടായിരിക്കട്ടെ നന്ദുവിൻ്റെ കൂടെ കനകം പോകുന്നത്. ഇതേ സമയത്തിന് അനി നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവും. 2 റൗണ്ട് ഓടിയതിന് ശേഷം വെള്ളമൊക്കെ വന്ന് കുടിച്ചിട്ട് വീണ്ടും നന്ദുവിനെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ജലജ നേരെ അനാമികയെ വിളിച്ചിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. ആദ്യം ജലജ ചോദിക്കുന്നുണ്ട് മോൾ എന്താ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഈ അപ്പച്ചിയൊന്ന് വിളിക്കാത്തത്, അന്നേരം ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതാർക്കും ഇഷ്ടപ്പെടില്ലല്ലോ, അതുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് പറയും അനാമിക. അപ്പം ജലജ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ ഇവിടെ നിന്നും ഒരുത്തെ നടക്കാനാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ അവളെ കാണാനാണ് പോയതെന്നൊന്നും അറിയത്തില്ല, ഒന്ന് അന്വേഷിച്ചാൽ അറിയാമെന്ന് പറയും. അപ്പം അനാമിക പറഞ്ഞിട്ട് അവൻ ഇനി ആരെ കാണാൻ പോയാലും എനിക്കൊരു പ്രശ്നമില്ല, കാരണം ഞാനും അവനും തമ്മിൽ ഇനി ഒരു ബന്ധമില്ലല്ലോ എന്ന് പറയും. അപ്പം ജലജ പറഞ്ഞിട്ട് അതിന് മോളുമായിട്ട് അവൻ ഡിവേഴ്സ് നേടിയിട്ടൊന്നുമില്ലല്ലോ, അങ്ങനെ ഡിവേഴ്സ് നേടാതെ അവൻ എങ്ങാനും അവളുടെ കൂടെ കൈകോർത്ത് പിടിച്ച് നടക്കുകയാണെങ്കിൽ നീ ആ വീഡിയോ എടുത്തിട്ട് നേരെ മീഡിയക്കാർക്ക് കൊടുക്കണം, അതോടുകൂടി അവൻ അങ്ങ് നാറട്ടെ, അതുകൂടി മോളുടെ കേസിനൊരു ബലമാവട്ടെ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്തിന് എങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാം അപ്പച്ചി എന്നൊക്കെ പറയും അനാമിക. അങ്ങനെ അനാമിക ഫോൺ കട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ ഇവരുടെ സംസാരം കേട്ട് വേണു രേവതിയും വന്നിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്തിന് അനാമിക ഭാര്യം പറയും. അപ്പോഴേക്കും വേണു പറഞ്ഞിട്ട് ഇതേതായാലും നല്ലൊരു സുവർണാവസരം തന്നെ, ഏതായാലും ആ കുടുംബക്കാരെ നാറ്റിക്കാനുള്ള കാര്യങ്ങളൊക്കെ മോള് ചാനലിലൂടെ പറഞ്ഞിട്ട് അതിനൊരു തുടക്കം കുറിച്ചു, എന്നിട്ട് അതിപ്പോൾ അവസാനമാക്കുന്നത് ഇവനായിരിക്കും ചിലപ്പോൾ, അതുകൊണ്ട് മോൾ ഏതായാലും അവനെ കാണാൻ അങ്ങോട്ടേക്ക് ചെല്ലി, എന്തെങ്കിലും നല്ലത് നടക്കുമെന്നൊക്കെ പറഞ്ഞ് അനാമികയെ ഉന്തിത്തള്ളി അങ്ങോട്ടേക്ക് വിടുകയാണ്. അനാമിക അനിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്നങ്ങ് പോകുന്നതോടുകൂടി തന്നെ രേവതിക്ക് ആകെ ടെൻഷനായിരിക്കും. രേവതി പറയുന്നുണ്ട് അവൻ്റെ കൂടെ എങ്ങാനും അവളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ മോളെ തല്ലും, അങ്ങനെ മോളെ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വേണു പറഞ്ഞിട്ട് അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ അവളുടെ കാര്യം തീർന്നെന്ന് കൂട്ടിയാൽ മതി, ഇപ്പോഴത്തെ എൻ്റെ പരിചയക്കാരനാണ്, അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം എങ്കിലേ നമുക്ക് നമ്മുടെ കേസിനൊരു ബലമാവുള്ളൂ എന്നൊക്കെ പറയും. ഇതേ സമയത്ത് തന്നെ നന്ദു ആണെങ്കിൽ കനകദുർഗയെ കൂട്ടിക്കൊണ്ടതിന് റോഡിൽ ചെന്നിട്ട് വണ്ടി ഇങ്ങനെ ഒതുക്കിയിടാണ്. അപ്പോൾ കനകദുർഗ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ വണ്ടി ഇവിടെ ഒതുക്കിയിടുന്നത്, നമുക്ക് ഗ്രൗണ്ടിൽ പോയി നടക്കാമെന്ന് പറയും. അപ്പോൾ നന്ദു പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം നടക്കുമ്പോഴേക്കും നമുക്ക് അങ്ങ് മടക്കും, അവിടെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, നമുക്ക് ഏതായാലും ഇവിടെ നടക്കാം, ഇവിടെ ആകുമ്പോൾ കുറേ ദൂരം നടക്കാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാണ്. കനകദുർഗ സംശയത്തോട് ചോദിക്കുന്നുണ്ട് നീ ഇനി എന്നെ അങ്ങോട്ടേക്ക് നടക്കാൻ കൊണ്ടുപോകാത്തത് ഇനി അവിടെ ആരെങ്കിലും ഉള്ളത് കൊണ്ടാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ആരുണ്ടാവാൻ, ഒന്ന് പോവാമേന്ന് പറയും. അങ്ങനെ ഇവർ നടക്കാൻ തുടങ്ങിയ ഉടനെ തന്നെ നന്ദുവിൻ്റെ ഫോണിലേക്ക് അനി വിളിക്കും. നന്ദുവിനെ കാണാത്തത് കൊണ്ടായിരിക്കട്ടെ അനി വിളിക്കുന്നത്, എന്നാൽ അമ്മയുടെ മുന്നിൽ വെച്ച് അനിയോട് സംസാരിക്കുന്നത് പോലെ അല്ലാതെ ഫോൺ എടുത്ത ഉടനെ തന്നെ CIയോട് സംസാരിക്കുന്നത് പോലെ നന്ദു സംസാരിക്കും. അങ്ങനെ കോളൊക്കെ കട്ടാക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് തന്നെ വീണ്ടും അവരിങ്ങനെ നടക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ഫോൺ വിളിച്ച് കിട്ടാത്തത് കൊണ്ട് തന്നെ അനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്നാലും ഇവൾ എന്തുകൊണ്ടായിരിക്കും ഫോൺ കട്ട് ചെയ്തത്, ഇനി ഒരു പക്ഷേ അവൾ ഇങ്ങോട്ടേക്ക് വരില്ലേ, ഇനി അവൾ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ അടുത്ത് ആരെങ്കിലും കയറി ഇടങ്കോലിട്ടോ, അതുകൊണ്ടായിരിക്കോ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കോ അവൾ ഇങ്ങോട്ടേക്ക് വരാത്തതെന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനോടെ ഇരിക്കുകയാണ് അനി. എന്നാലും അവൾ ഇങ്ങോട്ടേക്ക് വരേണ്ടതാണല്ലോ, ഞാൻ അവളെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവൾ എന്നെയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വരേണ്ടതാണല്ലോ എന്താ പോലും എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ടെൻഷനോടെ ഇരിക്കുകയാണ് അനി. ഇതേ സമയത്തിന് നന്ദുവും ആകെ ടെൻഷനായിരിക്കും. നന്ദു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നൊരു പാവം അനി എന്നെ കാത്തിരിക്കുമായിരിക്കുമല്ലോ, ഇനിയിപ്പോൾ ഞാൻ വരാതിരുന്നു കഴിഞ്ഞാൽ അവൻ ഒരുപാട് അധികം വിഷമമായിരിക്കുമല്ലോ, അവനിപ്പോൾ എന്നെ ഓർത്തിരിക്കുമായിരിക്കും,
അനി വീണ്ടും നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്ത് തന്നെ നന്ദു പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് സിയയോട് സംസാരിക്കുന്നത് പോലെ കുറച്ച് നേരം ഫോണിൽ സംസാരിച്ചതിന് ശേഷം പിന്നീട് അങ്ങ് കട്ട് ചെയ്യാണ്. അന്നേരം കനകദുർഗ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും വിളിച്ചത് സിയയാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദു പറയുന്നുണ്ട് അതെ. കനകദുർഗ പറയുന്നുണ്ട്, മോളെ വിവാഹം കഴിക്കാൻ പോവുമല്ലേ, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മോളുടെ ശബ്ദം കേൾക്കുന്നത് ഇഷ്ടമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നത് എന്നൊക്കെ പറയും. നന്ദുവിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഓ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവരിങ്ങനെ മുന്നിലേക്ക് നടക്കുകയാണ്. അതും പറഞ്ഞ് കനകദുർഗയും നന്ദു ഇങ്ങനെ മുന്നിലേക്ക് നടക്കുന്ന സമയത്തായിരിക്കും സിഐ വണ്ടിയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്, ഇവരുടെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. സിഐ അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് കനകദുർഗ ചോദിക്കുന്നുണ്ട്, ആ മോൻ ഇപ്പോൾ മോളെ വിളിച്ചതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. അപ്പോൾ സിഐ ചോദിക്കുന്നുണ്ട്, ഞാൻ നന്ദുവിനെ വിളിച്ചില്ലല്ലോ, ആരാ നന്ദുവിനെ വിളിച്ചത് എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും നന്ദു ആകങ്ങനെ പകച്ചു നിന്ന് പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട് അതൊരു സ്ത്രീയാണെന്ന് പറയും. അപ്പോൾ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്ന സമയത്തിന് അവരുടെ ഭർത്താവ് കള്ളും കുടിച്ച് വന്നിട്ട് ആകെ പ്രശ്നമുണ്ടാക്കുകയാണ്. അവരുടെ ഭർത്താവ് അവരെ ഉപദ്രവിക്കുകയാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്ന് പറയുന്ന സമയത്തിന് അങ്ങനെയുള്ളവന്മാരുടെ നട്ടെല്ലങ്ങ് ചവിട്ടി കൊടുക്കണമെന്ന് പറയട്ടെ സിഐ. കനകദുർഗയ്ക്ക് ഏതായാലും സച്ചിനെ കാണുന്ന സമയത്തിന് ഭയങ്കര സന്തോഷമായിരിക്കട്ടോ. മോനെ സച്ചി മോനെ എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര ഒലിപ്പിക്കലായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ നന്ദുവിന് ഭയങ്കര അങ്ങ് ദേഷ്യം വരികയാണ്. സച്ചി ചോദിക്കുന്നതിന്, അല്ല നിങ്ങൾ എന്താ ഇവിടെ നടക്കുന്നത്, ഗ്രൗണ്ടിലേക്കൊന്നും പോവാതെ എന്ന് ചോദിക്കും. അന്നേരം അവിടെ നിന്ന് നടക്കാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയും നന്ദു. അപ്പോൾ കനകദുർഗ പറഞ്ഞിട്ട്, ആരാ പറഞ്ഞ് അവിടെ നടക്കാൻ താല്പര്യമില്ലെന്ന്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ മോനെ എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെയും കൂടി നിർബന്ധിച്ച് വിളിച്ചിട്ട് ആ ഒരു കാറിലങ്ങ് കയറ്റി കൊണ്ടുപോവാണ്. അപ്പം നന്ദു പുറകിലിരുന്നോളാന്ന് പറയുന്ന സമയത്തിന് കനകദുർഗ പറഞ്ഞിട്ട്, അതൊന്നും വേണ്ട, ഇനി മുതൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ, അതുകൊണ്ട് മോള് തന്നെ ഫ്രണ്ടിലിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് നന്ദുവിനെ ഫ്രണ്ടിൽ കയറ്റിയിരുത്തും. ഇതെല്ലാം കാണുന്ന സമയത്തിന് സച്ചിന് ഭയങ്കര സന്തോഷമായിരിക്കും. സച്ചിൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എടാ ഇന്ന് നിന്റെ നല്ല ദിവസമാണ്, നീ ആരെയാണോ കാണാൻ ആഗ്രഹിച്ചത് അവളെ തന്നെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തന്നില്ലേ, അതും നിന്റെ കൂടെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ തന്നെ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര സന്തോഷത്തിലായിരിക്കട്ടെ വണ്ടിയെടുത്ത് പോകുന്നത്. ഇതേ സമയത്തിന് അനിയാണെങ്കിലോ നന്ദുവിനെ കാണാത്തത് കൊണ്ട് ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, ചിന്തിക്കുന്നുണ്ട് എന്നാലും ഇവളെന്താ ഇത്ര നേരമായിട്ടും വരാത്തത്. അങ്ങനെ അനിയെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത്. അനാമികയെ കാണുന്ന സമയത്തിന് അനിക്കങ്ങ് ദേഷ്യം. അനാമികയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന പാടത്തിന് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടെ അനിയോട് ഇങ്ങനെ സംസാരിക്കുന്നത്. എടാ നീ അവളെ കാത്തിരിക്കായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്തിന് അതേഴിന്നൊക്കെ രീതിയിൽ ഭയങ്കര തല്ലായിരിക്കും. അവസാനം അനാമിക പറഞ്ഞിട്ട്, അതേടാ നിന്റെ അനന്തപുരിയിലെ സ്വത്ത് മോഹിച്ച് തന്നെയാണ് ഞാൻ നിന്റെ വീട്ടിലേക്ക് കയറി വന്നത്, ഇനി ഞാൻ ആവശ്യപ്പെടുന്ന കോമ്പൻസേഷൻ തന്നാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോവുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്തിന് അനി പറഞ്ഞിട്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും തരാം, നീ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയി തന്നാൽ മതി എന്ന് പറയും. അന്നേരം അനാമിക പറഞ്ഞിട്ട്, നിന്റെ അനന്തപുരി പോലത്തെ പഴയ സംസ്കാരവും പഴഞ്ചൻ ഏർപ്പാടും ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നവരുടെ അടുത്തേക്ക് വരാനൊന്നും എനിക്കൊട്ടും താല്പര്യമില്ല. അവിടെ തലം നരച്ചൊരു രാജാവുണ്ട്, അയാൾ ആ കുടുംബത്തിലെ എല്ലാവരെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്കന്ന് അസുഖം വന്നപ്പോൾ അത് മാറാതെ മൂർച്ഛിച്ചു പോയിട്ട് അയാൾ അന്നങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു, അയാൾ ആ കുടുംബത്തിൽ നിന്നങ്ങ് നശിച്ചു പോയാൽ മാത്രമേ ആ കുടുംബം രക്ഷപ്പെടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്തിന് അനിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നുകൊണ്ടതിന് അനി പറഞ്ഞിട്ട്, നീ ആരെക്കുറിച്ചായി സംസാരിക്കുന്നതെന്നറിയോ, നീ ആരെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ എൻ്റെ മുത്തശ്ശനൊന്നും പറയരുത് എന്ന് പറയും. അപ്പോൾ അനാമിക പറഞ്ഞിട്ട്, പറയടാ ഞാൻ അയാളെ തന്നെ പറയും, അങ്ങനെ പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന് പറയുന്ന സമയത്തിന് പെട്ടെന്ന് അനാമികയുടെ കർണനീയത്തൊരൊറ്റ എന്നങ്ങ് പൊട്ടിക്കാണ് അനി. അപ്പോൾ അനാമിക പറഞ്ഞിട്ട്, അതെ ആ മനുഷ്യൻ ഇതുവരെ പുതിയ കാലത്തിലേക്ക് എത്തിയിട്ടില്ല, അതുപോലെ തന്നെയാണ് നീയും, ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിനക്കറിയത്തില്ല, അത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവണ്ട അനാമിക, അന്നേരം നീ കൊണ്ടുപോയി കേസ് കൊടുക്കുക, അതിൻ്റെ ബാക്കി ഞാനും നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞാൽ അനിയും ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അനാമിക പോയതിനു ശേഷം അനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത്, ഞാൻ കാത്തിരുന്നവൾ ഇങ്ങോട്ടേക്ക് വന്നതുമില്ല, ഞാൻ കാണാൻ ആഗ്രഹിക്കാത്തവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എൻ്റെ മനസ്സിനെ തിളപ്പിച്ച് പോവുകയും ചെയ്തു എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. ഇതേ സമയത്ത് സച്ചിൻ ഏതായാലും നന്ദുവിനെ കയറ്റിയിട്ട് വണ്ടി എടുത്തിട്ട് നേരെ അനിയിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടോ. വരുന്ന സമയത്ത് പോലും കനകദുർഗ ഭയങ്കര ഒലിപ്പിക്കലായിരിക്കും. അയ്യോ സച്ചിമോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കനകദുർഗയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് സച്ചിക്കും ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാൽ ഇവരുടെ സംസാരം കേട്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത മട്ടിലിരിക്കുകയായിരിക്കട്ടെ നന്ദു. പിന്നീട് കാണിക്കുന്നത് അനാമിക തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. ആ ഒരു അടിയും വാങ്ങിച്ചു കൊണ്ടിട്ട് അനാമിക തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് കാണുന്ന സമയത്തിന് രേവതിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. പക്ഷേ വേണുവിന് ഭയങ്കര സന്തോഷമാണ്. വേണു ചോദിക്കുന്നുണ്ട്, ആരാ നിന്നെ തല്ലിയത്, ആ നന്ദുവാണോ എന്ന് ചോദിക്കും. അന്നേരം നന്ദു അല്ല അനിയാണെന്ന് പറയുന്ന സമയത്തിന് വേണു പറഞ്ഞിട്ട്, എങ്കിൽ പിന്നെ ഇതാണ് നമ്മുടെ നല്ല സമയം, ഇതിൽ പിടിച്ച് നമ്മൾ അങ്ങ് പിടിച്ചു കയറി, മോളെ ഏതായാലും അനന്തപുരിക്കാർക്കെതിരെയുള്ള യുദ്ധം സ്റ്റാർട്ട് ചെയ്തു, ഇനി ഇത് അവസാനിപ്പിക്കുന്നത് ഞാനായിരിക്കും, ഇനി നല്ലൊരു വക്കീലിനെ കണ്ട് കേസ് കൊടുക്കണം, തൻ്റെ അച്ഛൻ ഇതേതായാലും ഒരു കേസാക്കിയിട്ട് താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അനിക്കും നന്ദുവിനും വിട്ട് നല്ലൊരു പണി കൊടുക്കുമെന്നൊക്കെ ചിന്തിച്ച് അനാമികക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അനി ഏതായാലും നന്ദുവിനെ കാത്തവിടെ ഇരിക്കുന്ന സമയത്തിന് പെട്ടെന്ന് പോലീസ് വാഹനം കാണുന്ന സമയത്തിന് അനി ഭയങ്കര സന്തോഷത്തിൽ നന്ദു ആയിരിക്കുമെന്നൊക്കെ ചിന്തിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാൻ നിൽക്കുകയാണ്. ആ സമയത്തായിരിക്കട്ടെ നന്ദുവിൻ്റെ കൂടെ തന്നെ സച്ചിനും അതുപോലെ തന്നെ കനകദുർഗയും ഇറങ്ങി വരുന്നത് അനി കാണുന്നത്. എന്നാലും ഇവരെങ്ങനെ ഒരുമിച്ച് വന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് തൂണിൻ്റെ അവിടെ നിന്നങ്ങ് മറഞ്ഞു നിൽക്കും. അവർ 3 പേരും ഉള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ നന്ദുവിനെ കാണുന്നത് ശരിയല്ല എന്നൊക്കെ ചിന്തിച്ച് പെട്ടെന്ന് അവിടെ നിന്നങ്ങ് പോകാൻ നോക്കുമായിരിക്കും അനി. അപ്പോഴേക്കും സച്ചി കാണും. ആ പോകുന്നത് അനിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അനിയനെ അങ്ങ് പിടിച്ചു നിർത്തും. എന്നിട്ട് സംസാരിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്.
എന്നാൽ അനിയെ അവിടെ കാണുന്ന സമയത്തിന് കനകദുർഗ ദേഷ്യപ്പെട്ട് നന്ദുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എടി ഇവനെ കാണാൻ വേണ്ടിയില്ലേ നീ നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് പോന്നിരുന്നത്? അന്നേരം നന്ദു പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ പോരായിരുന്നില്ലേ, എനിക്ക് റോഡിലേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു നോക്ക് നന്ദും പറഞ്ഞ് വാദിക്കും. എന്നാൽ സച്ചിൻ നേരെ അനിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞിട്ട് അതെ ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്, നന്ദു എന്നെ വിളിച്ചിരുന്നു, എന്നിട്ട് നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരും ഒരുമിച്ച് നടക്കാൻ വന്നത് എന്നൊക്കെ പറഞ്ഞു. അന്നേരം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അനി മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് ചോദിക്കുന്നുണ്ട് പോവാണോ, ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നടന്നതിന് ശേഷം പോവാമെന്നൊക്കെ പറയും. അപ്പോഴേക്കും കനകദുർഗ വന്നിട്ട് ആ അനിമോനെ നടക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അനിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ, ഞങ്ങൾ ഒരുമിച്ച് നടക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് സച്ചിൻ്റെ മുന്നിൽ വലിയ ആളാവാണ്. സച്ചിൻ പറഞ്ഞിട്ട് നിൽക്കുന്നേ നമുക്ക് ഒരുമിച്ച് നടക്കാമെന്ന് പറയുന്ന സമയത്തിന് കനകദുർഗ പറഞ്ഞിട്ട് അതൊന്നും വേണ്ടെന്നേ, നമുക്ക് ഒരുമിച്ച് നടക്കാം, അനിമോൻ പോയിക്കോട്ടെ. അനി ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേ കണ്ടില്ലേ സച്ചിമോൻ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അനിയുടെ മനസ്സിലെങ്ങനെ ചൂട് പിടിപ്പിക്കും കനകദുർഗ. അനിക്ക് ഏതായാലും അവിടെ നിൽക്കാൻ കഴിയാതെ അനി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന സമയത്തിന് നന്ദു ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ടായിരിക്കട്ടെ അവിടെ നോക്കി നിൽക്കുന്നത്. ഏതായാലും അനാമികക്ക് ആ ഒരു തല്ല് കിട്ടിയ കാര്യമെല്ലാം തന്നെ ജലജയെ വിളിച്ചറിയിക്കും. ജലജ ഭയങ്കര സന്തോഷത്തിലാട്ടോ. ജലജ ഈ ഒരു കാര്യമെല്ലാം തന്നെ അബിയോട് വന്ന് പറയും. അബി പറഞ്ഞിട്ട് ഇതേതായാലും നമുക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ്, ഇതിൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അനാമികയോട് പറയണമെന്ന് പറയണം അബി. എന്നിട്ട് പറഞ്ഞിട്ട് അന്ന് അനിയെ തല്ലിയത് കൊണ്ട് തന്നെ മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയിട്ട് ഫയർ ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് ചെറിയ പേടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ആളി കത്തണമെങ്കിൽ നല്ലൊരു വക്കീൽ വിചാരിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ ജലജ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വക്കീലുണ്ടെങ്കിൽ തന്നെ നീ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട, അവരത് വേണ്ട പോലെ ചെയ്തോളും എന്ന് പറയും. ശരി അമ്മ, കാര്യങ്ങളൊക്കെ ഞാൻ ആ രീതിയിൽ ചെയ്തോളാം എന്ന് അബി പറയുന്ന സമയത്തിന് ജലജ പറഞ്ഞിട്ട് നിന്നെ അടിച്ചമർത്തിയ ഈ വീട്ടുകാർ അങ്ങ് നാണം കെടണം, അവരൊന്ന് കോടതി കയറി ഇറങ്ങണം, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോളാൻ സമ്മതം കൊടുക്കും. അന്നേരം ജലജയുടെ വാക്ക് അംഗീകരിച്ചു കൊടുത്തിട്ട് അതൊക്കെ അതുപോലെ അവർക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആയിരിക്കട്ടെ അബി അവിടെ ഇരുന്ന് പോകുന്നത്. ഇതേ സമയത്തിന് കനകദുർഗയും നന്ദുവും സച്ചിനും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിന് കനകദുർഗ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരല്ലേ വിവാഹം കഴിക്കേണ്ടത്, അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും തനിച്ച് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കാമെന്നൊക്കെ ചിന്തിക്കും. എന്നിട്ട് കനകദുർഗ പറഞ്ഞിട്ട് എനിക്ക് നടന്നു മടുത്തു, ഞാൻ ഏതായാലും കുറച്ച് നേരം അങ്ങ് മാറി നിൽക്കാം, ഇനി നിങ്ങൾ നടന്നിട്ട് വാന്ന് പറയും. കനകദുർഗ മാറിക്കൊടുക്കുന്നതോടുകൂടി തന്നെ പിന്നീട് നന്ദുവും സച്ചിനുമായിരിക്കും സംസാരിക്കുന്നത്. സച്ചിൻ സംസാരിക്കുന്നതെല്ലാം തന്നെ തറുതല പോലെ ആയിരിക്കട്ടെ നന്ദു സംസാരിക്കുന്നത്. സച്ചിൻ പറഞ്ഞിട്ട് ആ അനിയെ പോലെ ഒരു ജോലിയുമില്ലാതെ നാണം കെട്ട പണിയൊന്നുമല്ല എനിക്ക്, അവനിങ്ങനെ വായി നോക്കി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം നന്ദുവിന് അത് ഇഷ്ടപ്പെടില്ലട്ടോ. നന്ദു പറഞ്ഞിട്ട് അവൻ അങ്ങനെ വായി നോക്കുന്ന സ്വഭാവമൊന്നുമില്ല, അവനൊരു മാന്യം തന്നെയാണ് എന്ന് പറയും. അനിയെ പറ്റിയിട്ട് വളരെ മോശം രീതിയിലൊക്കെ സച്ചിൻ സംസാരിക്കുന്ന സമയത്തൊക്കെ അതിനെ എതിർത്തിക്കൊണ്ട് തന്നെ നന്ദു സംസാരിക്കുന്നുണ്ട്. നന്ദുവിൻ്റെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സച്ചിൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവളുടെ മനസ്സിൽ ഇപ്പോഴും അവൻ തന്നെയാണ്, ഇവളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും അവൻ ഇറങ്ങിപ്പോയിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് സച്ചിന് ദേഷ്യം വരും. ഇവരിങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ കനകദുർഗക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കനകദുർഗ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഏതായാലും ഇതുപോലെ തന്നെ അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് അടുത്തോളും, ഇവരിനി ജീവിതത്തിലും ഒന്നിക്കേണ്ടതില്ല എന്നൊക്കെ ചിന്തിച്ച് കനക ഭയങ്കര സന്തോഷത്തിലായിരിക്കും. പക്ഷേ ഈ സമയത്തൊക്കെ സച്ചിൻ സംസാരിക്കുന്നതിലൊക്കെ തറുതല പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടോ നന്ദു. അങ്ങനെ നടന്നു കഴിഞ്ഞതിന് ശേഷം അവർ സ്കൂട്ടർ എടുക്കുന്ന നന്ദുവിൻ്റെ സ്കൂട്ടർ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. സച്ചിൻ പറഞ്ഞിട്ട് ഇതുപോലെ മോളെ കൂട്ടിയിട്ട് അമ്മയും ഇടയ്ക്ക് നടക്കാനൊക്കെ വരണം കേട്ടോ, ഇടയ്ക്കൊക്കെ അച്ഛനെ കൂട്ടി സ്റ്റേഷനിലേക്ക് വരണം, ഇതുപോലെ ഇങ്ങനെ മടിച്ചിരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന സമയത്തിന് ഉറപ്പായിട്ടും മോനെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരുമെന്ന് പറയാണ് കനക. അങ്ങനെ സച്ചിൻ പോകുന്നത് വരെ തന്നെ സച്ചിനെ ഭയങ്കര ഒലിപ്പിക്കലായിരുന്നു കേട്ടോ കനകദുർഗ. സച്ചിൻ അവിടെ നിന്നങ്ങ് പോയതോടുകൂടി തന്നെ കനകദുർഗയുടെ മുഖം അങ്ങ് മാറും. എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കും നന്ദുവിനോട് സംസാരിക്കുന്നത്. സച്ചിൻ പോയതിനു ശേഷം നന്ദുവിനോട് പറഞ്ഞിട്ട് എടി നീ അനിയെ കാണാൻ വേണ്ടിയില്ലേ നടക്കാനാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്, നീ ഏതായാലും അങ്ങ് വീട്ടിലേക്ക് വാ, വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയുമെന്നൊക്കെ പറഞ്ഞ് കനക ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അന്നേരം നന്ദു അമ്മ എന്തിനാ വെറുതെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനെ ടെൻഷനാക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ കനകദുർഗ ചോദിക്കുന്നുണ്ട് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ട് അവനെ കാണരുതെന്ന്, ഈ സച്ചിൻ മോനെ എന്ത് നല്ലൊരു സ്വഭാവമാണ്, അവനെ വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ച് നിനക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കും. അന്നേരം കനകയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് നന്ദുവിന് ഭയങ്കര അങ്ങ് ദേഷ്യം വരാണ്. കനകദുർഗനെ ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.